നമസ്കാരം. വാർത്താ നേരം ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ വിധി അല്പസമയത്തിനകം. പ്രതികളെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെത്തിച്ചു. സ്ഥലത്ത് വൻ സുരക്ഷ. വിധി പ്രസ്താവം 7 വർഷങ്ങൾക്ക് ശേഷം. സംസ്ഥാനത്ത് പ്രചാരണ ചൂട് ഉയരുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. കൂടുതൽ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിക്കും. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട്. 174 പേർക്ക് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചു. ആദായ നികുതി വകുപ്പിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. പ്രതിഷേധം കോടികൾ പിഴയടക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിനെതിരെ. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ അല്പസമയത്തിനകം. തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രതിപക്ഷത്തെ അകറ്റാനുള്ള BJP തന്ത്രമെന്ന നേതാക്കൾ. പയ്യാമ്പലത്ത് സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റിന് സാധ്യത. കസ്റ്റഡിയിലുള്ളത് ആക്രി സാധനങ്ങൾ പെറുക്കി വിൽക്കുന്നയാൾ. രാഷ്ട്രീയമില്ലെന്ന് പോലീസ്. പത്തനംതിട്ട പട്ടാഴിമുക്കിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ്. അനുജയുടെയും ഹഷിമിന്റെയും ഫോൺ വിവരങ്ങൾ പരിശോധിക്കും. രാസപരിശോധനയ്ക്ക് സാമ്പിളുകൾ അയക്കും. അനുജയുടെ സംസ്കാരം ഇന്ന്. വന്യജീവി ഭീതി ഒഴിയാതെ ഇടുക്കി. ചിന്നക്കനാലിൽ ചക്കകൊമ്പൻ പശുവിനെ ആക്രമിച്ചു. ദേവികുളത്ത് ഇറങ്ങിയ പടയപ്പയെ തുരത്തി. കുമളി സ്പ്രിംഗ് വാലിയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം.